അബ്രഹാമി ഉടമ്പടി പ്രകാരം അവസാനത്തെ പ്രവാചകനായിരുന്ന മലാഖിക്ക് ശേഷം 400 വർഷങ്ങൾ ദൈവം ഇസ്രായേലിനോട് സംസാരിക്കാതെയിരുന്നു. 400 വർഷങ്ങൾ ദൈവം ഇസ്രായേലിനോട് മാത്രമല്ല സംസാരിക്കാതിരുന്നത്, ലോകത്തിലുള്ള ഒരു വ്യക്തികളോടും 400 വർഷങ്ങൾ ദൈവം സംസാരിച്ചിരുന്നില്ല. ഇസ്രായേലിലെ പുരോഹിതന്മാർ എത്ര പ്രാർത്ഥന കഴിച്ചിട്ടും ദൈവത്തിൽ നിന്ന് ഒരു മറുപടിയും ഉണ്ടാകാതെ ഇരുന്ന 400 വർഷങ്ങൾ. പ്രവാചകന്മാർ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് കരഞ്ഞിട്ടും ഒരു പ്രവചന ശബ്ദവും ലഭിക്കാതെ ഇരുന്ന 400 വർഷങ്ങൾ. വേദപുസ്തകത്തിലെ ചരിത്രകാരന്മാർ ആ വർഷങ്ങളെ വിളിക്കുന്നത് ഇരുണ്ട കാലഘട്ടം എന്നാണ്. പുതിയ നിയമ ഉടമ്പടി ആരംഭിക്കുന്നതിന് മുമ്പും പഴയ ഉടമ്പടി അവസാനിച്ചതിന് ശേഷവും ദീർഘമായ 400 വർഷങ്ങൾ ദൈവശബ്ദമില്ലാത്ത ഇരുണ്ട കാലഘട്ടം. ദൈവത്തിൻ്റെ ശബ്ദമില്ല എങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ്, അതൊരു ഇരുണ്ട കാലഘട്ടം തന്നെയാണ്. എന്നാൽ 400 വർഷത്തെ ഇടവേളയെ ഭേദിച്ചുകൊണ്ട്, നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട്, മറിയ എന്ന് പറയുന്ന ഒരു യഹൂദ പെൺകുട്ടിയുടെ മുറിക്കകത്ത് ദൈവം തൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് ഒരു ശബ്ദം അരുളി ചെയ്യുന്നത് ഇങ്ങനെയാണ്: നിന്നിൽ നിന്നൊരു പുരുഷ പ്രജ ഉരുവാകാൻ തുടങ്ങുകയാണ്, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. ഞാൻ അവനിലൂടെ മാനവരാശിയുടെ ബന്ധത്തിൽ ഒരു പുതിയ ഉടമ്പടി ആരംഭിക്കാൻ പോവുകയാണ്, ഒരു പുതിയ ഉടമ്പടിക്ക് തുടക്കമിടാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ 400 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള വാക്ക് കേട്ടവൾ കോരിത്തരിച്ചുപോയി, ഞെട്ടിത്തെറിച്ചുപോയി, ഭയചകിതയായി നിൽക്കുമ്പോഴും അവൾ ഒരു കാര്യം ചോദിക്കാൻ മറന്നില്ല. ഹവ്വയുടെയും ആദാമിൻ്റെയും കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ ഇങ്ങനെ ഒന്ന് ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. എനിക്ക് വിശ്വസിക്കാൻ ഒരു മാതൃകയും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. പുരുഷനെ അറിയാതെ ഒരു സ്ത്രീയും ഇന്നു വരെ ഈ പ്രപഞ്ചത്തിൽ ഗർഭവതിയായിട്ടില്ല. അതുകൊണ്ട് പറയൂ ഗബ്രിയേൽ എന്ന പ്രവാചകനായി വന്നിരിക്കുന്ന ദൂതനെ, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ പ്രവാചകനായിരിക്കുന്ന അല്ലെങ്കിൽ ദൂതുവാഹിയായിരിക്കുന്ന സന്ദേശവാഹിയായിരിക്കുന്ന ദൂതൻ അവളോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. എങ്ങനെ സംഭവിക്കുന്നു എന്നല്ലേ? അത്യുന്നതന്റെ ശക്തി, അത്യുന്നതന്റെ നിഴൽ, അവന്റെ പരിശുദ്ധാത്മാവ് തന്നെ നിന്റെ മേൽ നിഴലിടും. നിന്നിൽ നിന്ന് ലോകത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത് സംഭവിക്കാൻ തുടങ്ങും. 2022 നമ്മൾ കേട്ട പല വാഗ്ദത്തങ്ങളും 2022 നടക്കാതെ വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു 2023 ഇവയൊക്കെ നടപ്പിലാകുമെന്ന്. 2023 ഇത് നടക്കാതായപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചു 2024 എൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുന്ന വർഷമാണെന്ന് നമ്മൾ ആമേൻ പറഞ്ഞ് വിശ്വാസത്തോടെ കാത്തു നിന്നു. 2024 അവസാനിക്കാൻ തുടങ്ങുമ്പോഴും വാഗ്ദത്തങ്ങളിൽ സംശയിക്കാതെ ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന നിങ്ങളോട് ഇന്ന് ഈ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, എങ്ങനെ സംഭവിക്കുമെന്നല്ലേ നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? വർഷം 3ആയി, വർഷം 4ആയി, വർഷം പലതായി ഈ പ്രവചനം എൻ്റെ മേൽ വീണിട്ട്, എൻ്റെ തലമുറയുടെ മേൽ വീണിട്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വീണിട്ട്, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ പറഞ്ഞിട്ട്, എൻ്റെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ശബ്ദം വന്നിട്ട് വർഷങ്ങൾ പലതായി. എങ്ങനെ സംഭവിക്കും കർത്താവേ? എന്ന് സംഭവിക്കും കർത്താവേ എന്നാണ് ചോദ്യമെങ്കിൽ, അന്ന് ഗബ്രിയേൽ മറിയയോട് പറഞ്ഞതുപോലെ ഇന്നിതാ ഞാൻ നിങ്ങളോട് പറയുന്നു, അത്യുന്നതന്റെ ശക്തി ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ മേൽ നിഴലിടാൻ തുടങ്ങും. അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഒരിക്കൽ കൂടി വന്ന് പൊരുന്നിരിക്കാൻ തുടങ്ങും. ഒരിക്കൽ കൂടി നിങ്ങളുടെ മേൽ പറന്നിറങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ അപ്രതീക്ഷിതമായതും പ്രകൃത്യാതീതവുമായ വാഗ്ദത്തങ്ങളുടെ നിവർത്തി സംഭവിക്കാൻ തുടങ്ങും. ഞാൻ വളരെ സ്നേഹത്തോടെ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാം, കാതിൽ കേട്ടിരിക്കുന്ന അനേക വാഗ്ദത്തങ്ങൾ പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ, അതിന്ന് നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങൾ എവിടെയൊക്കെയോ പരിശുദ്ധാത്മാവിന് അവൈലബിൾ ആകാത്തത് കൊണ്ടാണ്. കമോൺ, ഈ വർഷത്തിന്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു തീരുമാനം നമുക്ക് ഒരുമിച്ചെടുക്കാം. ഞാൻ ഇനി അങ്ങോട്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാൻ തീരുമാനിക്കുകയാണ്. ഞാൻ ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാകാൻ തീരുമാനിക്കുകയാണ്. എപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്ന് പതിയിരിക്കുന്നുവോ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞാൻ ആകുന്നുവോ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു വലിയ അടിസ്ഥാനമുണ്ട്. മറിയയുടെ ഉള്ളിൽ ഉദരത്തിനകത്ത് ഒരു യേശു രൂപമെടുത്തതുപോലെ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരുന്ന ആ വെള്ളത്തിന്റെ മുകളിൽ നിന്ന് വിധാനങ്ങളും പ്രപഞ്ചങ്ങളും ഉരുവായി വന്നതുപോലെ മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും സഭയുടെ അടിസ്ഥാനമായ ദൈവിക ശുശ്രൂഷകന്മാരും വെളിയിൽ വന്നതുപോലെ കൊർന്നല്യോസിന്റെ വീട്ടിലും എഫസോസിലെ ശിഷ്യന്മാരുടെ മേലും ഇതാ ഇപ്പോൾ ഈ 2024 നമ്മുടെ നടുവിലും ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരത്തിന്റെ കീഴിൽ ആരെങ്കിലുമൊക്കെ അവൈലബിൾ ആയി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളിലൂടെ വാഗ്ദത്തങ്ങളുടെ നിവർത്തി സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിക്കട്ടെ. 2025 പ്രവാചകന്മാരുടെ ലിസ്റ്റിനകത്തോട്ട് നിങ്ങൾക്ക് പ്രവേശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബി വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ നിഴലിന്റെ കീഴിലേക്കൊന്ന് മറഞ്ഞിരിക്കാൻ തയ്യാറാകുക. പ്രാർത്ഥനകളിലും അന്യഭാഷകളിലും
പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും മറ്റൊരു കാര്യങ്ങളിലും മുഴുകാതെ എപ്പോഴും ആത്മസാന്നിധ്യത്തിനകത്ത് തന്നെ തുടരുവാൻ നിങ്ങളൊരു തീരുമാനമെടുക്കുന്നെങ്കിൽ ഞാൻ വളരെ ഗ്യാരണ്ടീഡായി വളരെ ഉറപ്പോടുകൂടി നിങ്ങളോട് പറയുന്നു, പ്രവാചകന്മാരുടെ അടുത്ത ഗണത്തിൽ നിങ്ങളുടെ പേരും ഉണ്ടാകും. കാലങ്ങളെ തിരിക്കുന്ന, രാജ്യങ്ങളെ കുലുക്കുന്ന ദൈവിക ശുശ്രൂഷകന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരും ഉണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ആ അനുഗ്രഹങ്ങളും ഉയർച്ചകളും നന്മകളും വാഗ്ദത്തങ്ങളും സൗഖ്യങ്ങളും വിടുതലുകളും നിങ്ങൾ ആത്മാവിന്റെ കൂടെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ പരിശുദ്ധാത്മാവിന് ലഭ്യമായി തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവിന് നിങ്ങൾ അവൈലബിൾ ആയി തുടങ്ങുമ്പോൾ നിങ്ങൾ സൃഷ്ടിക്കപ്പെടും. നിങ്ങളിൽ അത് രൂപമെടുക്കാൻ തുടങ്ങും. ആ വിടുതൽ സംഭവിക്കും, ആ സൗഖ്യം സംഭവിക്കും, ആ ജോലി നിങ്ങൾക്ക് ലഭിക്കും, ആ യാത്ര തുറന്നു വരും. നിങ്ങൾക്ക് ഇന്നുവരെ ലഭിക്കാതിരുന്നതൊക്കെയും നിങ്ങൾ ആത്മാവിന് ലഭ്യമാകുമ്പോൾ നിങ്ങളുടെ മേൽ സംഭവിക്കാൻ തുടങ്ങും. Promises will not be fulfilled without the presence of the Holy Spirit.